അങ്ങനെ ഇന്നലത്തെ ബാക്കി 2 പെട്ടിന് പടക്കം നമുക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ദിവസം പോയി അതങ്ങ് പൊട്ടിച്ചങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്തു. പെട്ടികളൊക്കെ കണ്ട് അന്തം വിട്ടു. അങ്ങനെ ബേസിൽ നിന്ന് നമ്മൾ തുടങ്ങി കേസ്. പിന്നെ എല്ലാം അങ്ങനെ പിന്നെ കൊച്ചിനും കാശിയും കൂടെ ആയിരുന്നു കേട്ടോ ബാക്കി പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയത്. പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നതിൽ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. കാരണം ചിലതൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റോക്കറ്റ് വിക്ഷേപണം നടത്തി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ടേൺ ആയി. തറച്ചക്രം വെച്ചു കേസ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതും നിന്ന് അങ്ങ് പൊട്ടി കേസ്. അങ്ങനെ നമ്മുടെ സോനു വന്നു. പിന്നെ അടുത്ത സെറ്റ് പൊട്ടിക്കാറായി. മറ്റേ കമ്പക്കെട്ടിന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ശമ്മോട് ഒരു ആവശ്യത്തിന് പുറത്ത് പോയിട്ട് അത് കഴിഞ്ഞ് വന്ന് കമ്പക്കെട്ട് പൊട്ടിക്കാം എന്നായിരുന്നു. പക്ഷെ പൊട്ടിക്കാനായിട്ട് നമ്മൾ ടെറസിൽ പോയപ്പോൾ നല്ല മഴയായി. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് കഴിച്ചു. അങ്ങനെ മഴയൊക്കെ കുറച്ച് മാറിയതിന് ശേഷം നമ്മൾ അടുത്ത സെറ്റ് പൊട്ടിച്ചു കേട്ടോ. ഇതൊക്കെ പൊട്ടിച്ചപ്പോൾ തന്നെ 9 മണിയായി. പിന്നെ ഞാൻ സ്കൂട്ടറിലാണ് വന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം എന്നുള്ളത് കൊണ്ടും നേരത്തെ നമ്മൾ പൊട്ടിച്ച് കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീടെത്തി. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. ബൈ.